കരൂരിലുണ്ടായ ദുരന്തം എല്ലാവരെയും വേദനിപ്പിക്കും. അപ്പോൾ അതിന് അവിടെ ആളുകൾ പറയുന്നതൊക്കെ അതിൻ്റെ കാരണക്കാരൻ വിജയിയാണെന്നാണ്. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്, തെറ്റെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം വിജയ് അവിടെ വന്നതുകൊണ്ടല്ലേ ആളുകൾ കൂടിയത്. ആളുകൾ കൂടിയത് കൊണ്ടല്ലേ അനിയന്ത്രിതമായിട്ട് ആളുകൾ കൂടിയതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. പക്ഷേ അതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ, അതായത് വിജയ് ഇപ്പോൾ പറയുന്നത് അതൊരു വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടുള്ള ഒരു അട്ടിമറിയാണ്. അതായത് ഇപ്പോൾ അവിടെ DMKക്ക് ആയാലും അതുപോലെ തന്നെ BJPക്ക് ആയാലും AIDMKക്ക് ആയാലും എല്ലാം ഇതൊരു കണ്ണിൽ കടിയായിട്ട് കരടായിട്ട് മാറിയതാണ് വിജയ്. കാരണം വിജയെ പോകുന്നിടത്തൊക്കെ ആൾ കൂടുന്നത് ഇവരെ വളരെ അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളതൊരു സത്യമാണ്. DMKക്ക് ആയാലും അതുപോലെ. അതാണ് ആദ്യം കരൂർ റൗണ്ടാനയിൽ ഇതുപോലെ ഇതിന് സ്ഥലം ചോദിച്ചു, അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കൊടുത്തില്ല. അപ്പോൾ അതിനപ്പുറത്ത് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു പബ്ലിക് മാർക്കറ്റാണത്. അപ്പോൾ വൈകുന്നേരം അവിടെ വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്, വളരെ വലിയ ഒരു ഏരിയയാണ്. അവിടെ ചോദിച്ചു, അതും പെർമിറ്റ് ചെയ്തില്ല. എന്നിട്ട് ഈ ഡിണ്ടിഗൽ റോഡിൽ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് കൊടുത്തത്. അവിടെ ഒരു നിവൃത്തിയില്ല ആളുകൾക്ക് നിൽക്കാൻ. പക്ഷെ എന്തായാലും ശരി, അവിടെ ഏതാണ്ട് ഒരു 45,000 ആളുകളോളം അവിടെ തിങ്ങി നിന്നിരുന്നു വിജയ് വരുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞ് വിജയോടൊപ്പം അവിടെ നാമക്കല്ലിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ വീണ്ടും ഏതാണ്ട് ഒരു 30,000 40,000 ആളുകൾ വീണ്ടും ഇതോടൊപ്പം അനുഗമിച്ച് അവിടെ വന്ന് കയറി. ഇവിടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ആ സ്ഥലത്ത്. അങ്ങനെയാണ് അവിടെ ഞെരിഞ്ഞമർന്ന ആളുകൾ മരിക്കുന്നത്, ഒരുപാട് പേര്. അപ്പോൾ ഏതാണ്ട് 40 41 അങ്ങണ്ടായി ഇപ്പോൾ മരണം അവിടെ. അത് ഇനിയും അവസാനിച്ചെന്ന് പറയാറായില്ല. പക്ഷെ വിജയ് അന്നേരം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയ് അവിടുന്ന് പോയിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചെന്നൈയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിപ്പായി. അപ്പോൾ സേഫായിട്ട് വിജയ് അവിടെ പക്ഷേ അതിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? വിജയ് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ചെല്ലാൻ ഒക്കുമോ ഇതിൻ്റെ ആളുകളുടെ ഇടയിൽ ഇത് നടത്താൻ? കാരണം അപ്പോൾ അത്രയും വീണ്ടും ആൾ കൂടും. അതാണ് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവും. അവിടെ ലോ ആൻഡ് ഓർഡർ വളരെ വളരെ മോശമാവും. അവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി അത് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം ഇത്രയും ആൾ കൂടുന്നതൊക്കെ ഇവർ കണ്ടതല്ലേ. അത് ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ പോലീസിന്? വേണ്ടത്രത്തോളമുള്ള പോലീസിൻ്റെ അംഗബലം അവിടെ ഇല്ലായിരുന്നു ഇതിനെ തടയാനൊക്കെ. പിന്നെ പോലീസ് ലാത്തി വീശിയെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, വിജയ് ആരോപിക്കുന്നത് പോലെ ഇതിൻ്റെ പിന്നിലൊരു അട്ടിമറി ഇല്ലേ എന്ന് നമുക്ക് സംശയിക്കാൻ തോന്നും, ന്യായമായും തോന്നും. ഇനിയിപ്പോൾ വിജയെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ DMKയിൽ വളരെ ആശയക്കുഴപ്പമാണ്. വിജയ് ഒന്നും അറസ്റ്റ് ചെയ്താൽ അത് ബാക്ക് ഫയർ ചെയ്യും എന്ന് അവർക്കൊരു തോന്നലുണ്ട്. ശരിയാണ്, വിജയെ അറസ്റ്റ് ചെയ്താൽ ഒരു സഹതാപ തരംഗം വീണ്ടും വിജയ്ക്ക് അനുകൂലമായിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്കിതെല്ലാം പേടിയാണ്. ഇത് മാത്രമല്ല, ഈ ദുരന്തം കൊണ്ടുണ്ടായി ഇത്രയും പേര് മരിച്ചു. ഈ രാഷ്ട്രീയക്കാരന്മാരുണ്ടല്ലോ, ഈ കച്ചവടം അങ്ങ് തുടങ്ങി. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. DMKയുടെ ആളുകൾ പറഞ്ഞു അത് വിജയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്, വലിയ പ്രശ്നമാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വിജയ് അവിടുന്ന് ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞു. അയാൾ ഒളിച്ചോടിപ്പോയെന്നുമല്ല, അയാളെപ്പോലുള്ള ഒരാൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റിയല്ല. അയാൾ സേഫായിട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത്. അയാൾ പോയി, അതിനൊരു തെറ്റും പറയാൻ ഒക്കത്തില്ല. പിന്നെ ഈ രാഷ്ട്രീയത്തിലെ പരിചയക്കുറവെന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അയാൾക്ക് ശരിയായ രീതിയിലുള്ള ഉപദേശം കൊടുക്കാനൊന്നും അയാളുടെ പാർട്ടിയിൽ, ഈ TVK എന്ന് പറയുന്ന പാർട്ടിയിലൊന്നും ആരുമില്ല. കാരണം പുതിയതായിട്ട് ജനിച്ച ഒരു പാർട്ടിയാണ്. അതിന് അത്രത്തോളം നല്ല കഴിവുള്ള, അല്ലെങ്കിൽ ഇതിലെ അനുഭവ സമ്പത്തുള്ള, പരിചയമുള്ള രാഷ്ട്രീയക്കാരൊന്നും അയാളോടൊപ്പം ഇല്ല. അപ്പോൾ അവർക്ക് ഇയാൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു അഡ്വൈസ്, ഉപദേശം കൊടുക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സത്യമാണ്. അതുകൂടെ കൊണ്ടായിരിക്കും അയാൾക്കത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അറിയാൻ വയ്യ. കുറ്റം പറയാൻ ഒക്കത്തില്ല ആ മനുഷ്യനെ. അയാൾ ഒരു സിനിമാ നടനാണ്, ഒരുപാട് ആരാധകരുള്ള മനുഷ്യനാണ്. അപ്പോൾ കോടിക്കണക്കിന് ആരാധകരുള്ള മനുഷ്യൻ. ഞാനും അയാളുടെ ഒരു ആരാധകൻ തന്നെയാണ്. അയാളുടെ സിനിമകളെല്ലാം ഞാൻ കാണാറുണ്ട്, എനിക്കിഷ്ടമാണ് അയാളെ. അപ്പോൾ അത് സിനിമ എന്നുള്ള നിലയ്ക്ക്, ബാക്കി അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും പോയി. അപ്പോൾ അയാൾ ഇത്രയും മരണം ഉണ്ടായി. അയാൾ അവിടെ ഇരുന്നിട്ട് അയാൾ പ്രഖ്യാപിച്ചത് എന്തെന്നറിയോ? 20 ലക്ഷം രൂപ
ഓരോ മരണപ്പെട്ട ആളുകൾക്ക് കുടുംബത്തിന് 20 ലക്ഷം രൂപ അയാൾ കൊടുക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതയാളുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ നികുതി പണമൊന്നുമല്ല. അയാൾ സ്വന്തമായിട്ട് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അയാൾ കൊടുക്കുന്നത്. അപ്പോൾ നല്ല മനസ്സാണ്, അത് കൊടുക്കണം, വേണം. അപ്പോൾ അയാളല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് ഇങ്ങനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ മരണമെന്നും ഇയാൾ വിളിച്ചു വരുത്തിയൊന്നുമല്ല. ഇയാൾ വന്നപ്പോൾ ആൾ കൂടും എവിടെ ആയാലും. അതോടുകൂടി അയാൾ സംസ്ഥാനത്തിനുള്ള പര്യടനം ഇപ്പോൾ ഏതായാലും നിർത്തിവെച്ചു. ഇനി മദ്രാസ് ഹൈക്കോടതിയിൽ ഈ വിഷയം കിടക്കുകയാണ്. അവർ അതിന് സ്വമേധയാ കേസൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് എന്തായാലും ശരി ഇടപെടും എന്നെനിക്ക് തോന്നുന്നു. അത് മധുര ബെഞ്ചിൻ്റെ കീഴിലാണ് ഈ സ്ഥലം കരൂർ വരുന്നത്. അതുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഇത് ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നു. ഇന്ന് ഉച്ച കഴിയുമ്പോൾ ആ കേസ് എടുക്കും, 2.25 മണിക്കങ്ങാണ്ട് കേസെടുക്കും എന്ന് പറയപ്പെടുന്നു. ഏതായാലും ശരി, അല്ല വിജയ് അത് ഫേസ് ചെയ്യാനേ ഒക്കുള്ളൂ. വിജയ് പറഞ്ഞ അതിനെക്കുറിച്ച് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു, ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയെ കൊണ്ട്. അപ്പോൾ ഈ അവസരം അങ്ങോട്ട് മുതലെടുത്ത് ഈ BJP എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ക്ലച്ച് പിടിക്കാനായിട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ DMK ഉള്ള ഭാഗത്ത് ഇവിടെ BJP വന്നു കഴിഞ്ഞാൽ അവർ നിലം തുടത്തില്ല. ADMKയ്ക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല അവിടെ. അവരിപ്പോൾ ഇല്ല യഥാർത്ഥത്തിൽ, ആ രീതിയായിപ്പോയി. അപ്പോൾ BJP ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ഈ വിജയ് എങ്ങനെയെങ്കിലും ഒന്ന് കൂടെ കൂട്ടിയാൽ അപ്പോൾ ശരിയാക്കാം, കാരണം റെഡിയാക്കി വിജയെ വെച്ചുകൊണ്ട് ഇവിടെ കാലൂന്നാം എന്ന് നോക്കിയിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ വളരെ കരുതലായിട്ട് BJPയുടെ അവിടുത്തെ നേതാവ് അണ്ണാമലൈ അയാൾ പറഞ്ഞത് എന്താ, വിജയെ കുറ്റം പറഞ്ഞില്ല, TVK അയാൾ കുറ്റം പറയുന്നില്ല, പറഞ്ഞത് പോലീസിൻ്റെ വീഴ്ച, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്, ഇതാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇതിൽ നടത്തിയ പ്രസ്താവനയൊക്കെ നോക്കിയാൽ എല്ലാം ഇതാണ്. അതായത് വിജയ്ക്കോ TVK പാർട്ടിക്കോ കുറ്റമില്ല, നേരെ മറിച്ച് പോലീസിൻ്റെ അനാസ്ഥ, വീഴ്ച, ഗുരുതരമായ വീഴ്ച, ഇതാണ് ഇവരെല്ലാം പറഞ്ഞേക്കുന്നത്. അത് കരുതിക്കൂട്ടിയാണ്. കാരണം എങ്ങനെയെന്നറിയോ, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് സോപ്പിട്ട് റെഡിയാക്കിയെടുത്ത് ഇയാളെ അവരുടെ കൂടെ കൂട്ടിയാൽ വളരെ നന്നാവും. പക്ഷേ വിജയ് ഇത്രയും നാൾ ശരിക്ക് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന വിമർശിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയൊക്കെയാണ്, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയാണ്. അതേപോലെ DMKയും പറയുന്നുണ്ട്. രണ്ടുപേരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അയാൾക്കിനി അത് മാറി പറയാൻ പറ്റുമോ? അയാൾ എല്ലാ വേദികളിലും പ്രസംഗിച്ചതെല്ലാം ഇവർക്കെതിരെയാണ്. പക്ഷേ ഇവർക്ക് വിരോധമൊന്നുമില്ല. കാര്യം എന്താണെന്നറിയോ, രാഷ്ട്രീയത്തിൽ എന്തും ആകാമല്ലോ, എപ്പോഴും ഏത് കൂട്ടുകെട്ടുമൊക്കെ വരാം. പക്ഷേ വിജയ് ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് തിരിച്ചറിയണം. അയാളൊരു പച്ചയായ മനുഷ്യനാണ്, ഒരു സിനിമാ നടനാണ്, ഒരുപാട് വലിയ താരപദവിയുള്ള ആളാണ്, ഒരുപാട് അനുയായികളും അതുപോലെ ആരാധക വൃന്ദവും ഉള്ള ആളാണ്. അപ്പോൾ അയാളെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. അങ്ങനെ പറഞ്ഞാണ് അയാൾ ജനമനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അങ്ങനെ പറഞ്ഞ ആൾ നാളെ ഇനി BJP നല്ലതാണെന്നും നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ, അതായത് കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് വളരെ കഴിവുള്ളതാണെന്നും എല്ലാം നല്ലതാണെന്നും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുമോ? അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാം രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയ കളികളാണ് ഈ ദുരന്തത്തിൻ്റെ ഇടയിലും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.